കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും ഇന്ന് റെയിൽവേ പോലീസിന് കൈമാറിയേക്കും. മദ്യലഹരിയിൽ ചെയ്തു പോയതാണെന്നാണ് പ്രതികളുടെ മൊഴി. ശ്രീകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. വീണ്ടും ഗുഡ് മോർണിംഗ്. എന്ന് പറഞ്ഞാൽ വല്ലാത്ത ലഹരിയാ. ഒരുപക്ഷെ ആ നാട്ടുകാരെന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടാവാനിടയുള്ള ദുരന്തം അതിഭീകരമായൊരു ദുരന്തത്തിലേക്ക് അത് വഴിവെച്ചേനെ. എന്നാൽ എന്തിനാണ് അതുകൊണ്ട് ഈ പോസ്റ്റ് കൊണ്ട് വട്ടം കുറുകെ ഇട്ടത് എന്ന് ഈ പ്രതികൾ പറയുന്നത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ ശ്രീത്? അതുകൊണ്ടുപോയി വിൽക്കാനാണെന്നാണ് ഹാഷ്മി ഒരു ഘട്ടത്തിൽ ഇവർ നൽകിയ മൊഴി. പക്ഷെ പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. എന്തായാലും നല്ല പൂസായിരുന്നു രണ്ടുപേരും എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും റെയിൽവേ പോലീസിന് ഇക്കാര്യത്തിൽ കേരള പോലീസിനെ പോലെ അങ്ങനെ പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിച്ച് പോകാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തീർത്തും സുരക്ഷാ മേഖലയിലൊക്കെ വരുന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് നടക്കേണ്ടതുണ്ട്. അപ്പോൾ റെയിൽവേ പോലീസിന്റെ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ഇവർക്ക് മറ്റു തരത്തിൽ എന്തെങ്കിലുമുള്ള മോട്ടീവ് ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് നൽകുന്ന വിവരം ഇവർ പറയുന്ന മൊഴി വിശ്വസിക്കുകയാണ്. എന്തായാലും മദ്യലഹരിയിലാണ്, നല്ല ലഹരിയായിരുന്നു, കെട്ട് ആയ സമയത്ത് അവിടെ കൊണ്ടുപോയി വെച്ചു, പൂസായ സമയത്ത് അവിടെ കൊണ്ടുപോയി വെച്ചു എന്നാണ് പറയുന്നത്. ഒരിക്കലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിലും ഒരു അന്വേഷണം കൂടി നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അവർക്ക് കൈമാറുന്നത്. ഇനി അവരുടെ ചോദ്യം ചെയ്യൽ കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയുമോ എന്ന് നോക്കാമെന്നാണ് കേരള പോലീസ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇനി റെയിൽവേ പോലീസ് റെയിൽവേ ട്രാക്കിന് കുറുകെ കൊണ്ട് അത്തരം ഒരു വലിയ പോസ്റ്റ് നേരെ കുറുകെ കൊണ്ടിട്ടാൽ അത് വിൽക്കാനാണ്, അതുകൊണ്ട് വിറ്റാൽ പോരെ? എന്തിനാണ് റെയിൽവേ ട്രാക്കിന് കുറുകെ കൊണ്ടിടുന്നത്? അപ്പോൾ അത്രയും മനസ്സിലാക്കാം. എത്ര മദ്യലഹരിയിലാണെങ്കിലും റെയിൽവേ ട്രാക്കിന് കുറുകെ കൊണ്ട് ഒരു ടെലിഫോൺ പോസ്റ്റ് എടുത്തിട്ടാൽ അത് ട്രെയിൻ അട്ടിമറിയാണ് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരാണോ ഇവർ? എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് നൽകുന്ന വിവരം മദ്യലഹരിയിലാണെന്നാണ്. കൂടുതൽ അന്വേഷണം എന്തായാലും ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട് ഹാഷ്മി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുരക്ഷാ വീഴ്ച എന്ന തരത്തിൽ ഒരു ട്രെയിൻ ഭാഗത്തൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു അപകടം തീർത്തും ചെറിയ അപകടമൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. അതുകൊണ്ട് റെയിൽവേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കേരള പോലീസ് നൽകിയിരിക്കുന്ന മൊഴി ഇതാണ്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കട്ടെ. അടിയന്തരമായ രീതിയിൽ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവരുടെ ചോദ്യം ചെയ്യൽ എന്തായാലും ഉണ്ടാകും. അത് ഇന്ന് തന്നെ ഇവരെ രണ്ടുപേരെയും, രാജേഷിനെയും അരുണിനെയും കൈമാറുമെന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണം കേരള പോലീസ് നിർത്തിയെടുത്തതെന്ന് ഇനി റെയിൽവേ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ പ്രതികൾക്കുള്ള ലഹരി ചില്ലറ ലഹരിയല്ല, അത് മദ്യലഹരിയാണോ എന്താണോ, യഥാർത്ഥത്തിൽ എന്ത് ലഹരിയാണോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടാൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. റെയിൽവേ ട്രാക്കിന് കുറുകെ വട്ടം കുറുകെ ഒരു ഈ പോസ്റ്റ്, പ്രേക്ഷകർ കാണുന്ന പോസ്റ്റ് എടുത്ത് അങ്ങനെ കുറുകെ വെച്ചേക്കുമായിരുന്നു. അതിൽ അന്ന് രാവിലെ വരുന്ന ട്രെയിൻ ഈ പോസ്റ്റ് അവിടെ കിടക്കി വന്നിരുന്നെങ്കിൽ 100% മഹാദുരന്തത്തിന് നമ്മൾ കണ്ണീരോടെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. ഭാഗ്യം ഏതോ നാട്ടുകാരനത് കണ്ടു, ഒഴിവായി. അപ്പോൾ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്ന് പരിശോധിക്കണം. ഈ പ്രതികളുടെ യഥാർത്ഥ മോട്ടീവ് എന്തായിരുന്നു? മദ്യലഹരിയിലായിരുന്നോ? ഇവരിത് പറയുന്നത് ഇത് അവിടെ വെക്കുമ്പോഴത്തേക്ക് ട്രെയിൻ കയറി ഇത് ഒടിയുമ്പോഴത്തേക്ക് സ്ക്രാപ്പ് ആവുമല്ലോ, സ്ക്രാപ്പ് വിറ്റ് പൈസ ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് ഈ കക്ഷികൾ പറഞ്ഞത്. അപ്പോൾ അതാണോ യഥാർത്ഥ മോട്ടീവ്, മറ്റെന്തെങ്കിലും അതിലുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസാണ് അന്വേഷിക്കേണ്ടത്.